ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പേജ് മേക്കറിൻ്റെ കുറച്ച് ഷോർട്ട് കട്ട് കീകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ കീകളും ഇല്ല. പ്രധാനമായിട്ടും നമ്മൾ പേജ് മേക്കറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കമാൻഡുകളുടെ ഷോർട്ട് കട്ട് കീകളാണിത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഫയൽ മെനു കൊടുത്തിട്ടുണ്ട്. ഫയൽ മെനുവിൽ നമുക്ക് കൺട്രോൾ N ആണ് ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു കമാൻഡ്. നമുക്ക് ഫയൽ മെനുവിൽ പോയി ഫയൽ ന്യൂ കൊടുക്കുന്നതിന് പകരം നമുക്ക് കൺട്രോൾ N കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് കൺട്രോൾ O ആണ്. നമ്മൾ സേവ് ചെയ്ത ഒരു ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഫയൽ ഓപ്പൺ കമാൻഡ് കൊടുക്കുന്നതിന് പകരം കൺട്രോൾ O കൊടുത്താൽ ഓപ്പൺ ഡയലോഗ് ബോക്സ് നമുക്ക് കിട്ടും. കൺട്രോൾ W ആണെങ്കിൽ ഒരു ഫയലിനെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കൺട്രോൾ S ആണെങ്കിൽ നമ്മളൊരു ഫയൽ ന്യൂ കമാൻഡ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ടൈമിൽ അതിനെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഫയലിൽ പോയി സേവ് കമാൻഡ് കൊടുക്കാതെ കൺട്രോൾ S കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയലോഗ് ബോക്സ് നമുക്ക് ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഷിഫ്റ്റ് കൺട്രോൾ S ആണെങ്കിൽ നമ്മൾ ഫയൽ സേവ് ആസ് കമാൻഡിന് പകരം, അതായത് നമ്മൾ സേവ് ചെയ്ത ഒരു ഫയലിനെ ഫയൽ നെയിം മാറ്റി സേവ് ചെയ്യാനോ അതല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലേക്ക് മാറ്റി സേവ് ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ സേവ് ആസ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് ഷിഫ്റ്റ് കൺട്രോൾ S കൊടുത്താൽ സേവ് ആസിൻ്റെ ഡയലോഗ് ബോക്സ് കിട്ടും. അതുപോലെ കൺട്രോൾ D, അതായത് നമ്മൾ പ്ലേസ് കമാൻഡിന് വേണ്ടിയിട്ടാണ് ഫയൽ മെനുവിലെ പ്ലേസ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് പകരം നമ്മൾ കൺട്രോൾ D കൊടുത്താൽ നമുക്ക് ആ ഡയലോഗ് ബോക്സ് പെട്ടെന്ന് കിട്ടും. അടുത്തത് ഷിഫ്റ്റ് കൺട്രോൾ P ആണ്. നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പേജിൽ മാറ്റം വരുത്തണം, മാർജിൻ എഡിറ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്റ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് എടുക്കണം. ഫയൽ മെനുവിൽ പോയി ഡോക്യുമെൻ്റ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യണം. അതിന് പകരം കൺട്രോൾ ഷിഫ്റ്റ് P കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയലോഗ് ബോക്സ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. കൺട്രോൾ P ആണെങ്കിൽ പ്രിൻറ്റിൻ്റെ ഡയലോഗ് ബോക്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. കൺട്രോൾ Q ആണെങ്കിൽ നമുക്ക് നമ്മുടെ പേജ് മേക്കറിനെ എക്സിറ്റ് ചെയ്യാനായിട്ട്, പേജ് മേക്കറിനെ ക്ലോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും കൺട്രോൾ Q. അടുത്തത് ഫയൽ മെനു ആണ്. ഫയൽ മെനുവിൽ നമുക്ക് കൺട്രോൾ Z, അൺഡു ചെയ്യാനും റീഡു ചെയ്യാനും നമ്മൾ കൺട്രോൾ Z ആണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം നമ്മൾ അൺഡു റീഡു ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തതിന് ശേഷം പെട്ടെന്ന് നമ്മളതിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു അതിനെ നമുക്ക് പെട്ടെന്ന് വേണ്ട എന്ന് ആ പ്രവൃത്തി ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയാൽ നമുക്ക് അതിനെ അൺഡു ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ എഡിറ്റ് മെനുവിലെ അൺഡു ഉപയോഗിക്കുന്നത്. അതുപോലെ അൺഡു ചെയ്ത കമാൻഡിനെ നമുക്ക് പിന്നീട് വേണ്ട എന്ന് തോന്നിയാൽ നമുക്ക് റീഡു ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ രണ്ടിനും നമ്മൾ ഉപയോഗിക്കുന്നത് കൺട്രോൾ Z ആണ്. ഇനി കൺട്രോൾ X എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു പിക്ചർ ഇതിനെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ X ഉപയോഗിക്കും. അപ്പം നമ്മൾ ആദ്യം ഓർക്കുക, നമ്മൾ ആ കൺട്രോൾ X കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ആ മാറ്റർ ഒന്ന് സെലക്ട് ചെയ്തിരിക്കണം. പിക്ചറാണെങ്കിൽ ഈ ആരോ കീ ഉപയോഗിച്ച് അതിന് സെലക്ട് ചെയ്തിരിക്കണം, മാറ്ററാണെങ്കിൽ T ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ കമാൻഡ് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ച ആ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണോ ചെയ്ത് കാണിച്ചത്, അപ്പോൾ അവിടെ സെലക്ഷൻ ചെയ്യേണ്ടിടത്തൊക്കെ നമ്മൾ സെലക്ഷൻ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമാണ് ഈ കമാൻഡിന് പകരമാണ് നമ്മൾ ഈ ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഫയൽ മെനു അല്ലെങ്കിൽ എഡിറ്റ് മെനു അങ്ങനെ മെനുവിൽ പോയി ആ കമാൻഡിനെ ക്ലിക്ക് ചെയ്ത് എടുത്ത് കൊണ്ടിരുന്നതിന് ആ ഒരു ടൈം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് കട്ട് കീകൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ കൺട്രോൾ C ആണെങ്കിൽ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു മാറ്ററിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ C കൊടുക്കാം. പേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്യുകയോ ചെയ്തിരിക്കുന്ന ഒരു മാറ്ററിനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് പേസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് കൺട്രോൾ V ഉപയോഗിക്കാം. സെലക്ട് ഓൾ, അപ്പം കുറേ പേജുകൾ ഓട്ടോഫ്ലോ കൊടുത്ത് ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ സെലക്ട് ഓളൊക്കെ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ അതിങ്ങനെ സെലക്ട് ഓൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ A കൊടുക്കാം. ഇനി ആ സെലക്ട് ഓൾ കൊടുത്തിനി നമുക്ക് ഡീസെലക്ട് ഓൾ ചെയ്യാനായിട്ട് ആണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് കൺട്രോൾ A കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഈ ഡീസെലക്ട് ഓളിൻ്റെ ഈ ഷിഫ്റ്റ് കൺട്രോൾ A കൊടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ മൗസ് പോയിന്റർ വെച്ച് ജസ്റ്റ് ആ ഒരു മാറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിനെ ഡീസെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ കൺട്രോൾ E, എഡിറ്റ് സ്റ്റോറി ആൻഡ് എഡിറ്റ് ലേഔട്ടിനെ അതായത് നമ്മൾ ഫൈൻഡ് നെക്സ്റ്റ്, ചേഞ്ച്, സ്പെല്ലിങ് ഈ കമാൻഡുകളൊക്കെ നമുക്ക് വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമ്മുടെ ഈ ലേഔട്ടിൽ നിന്നും നമുക്ക് ആ എഡിറ്റ് സ്റ്റോറി കൊടുത്ത് ഈ പേജിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം.
അപ്പോൾ അങ്ങനെ നമ്മൾ എഡിറ്റ് മെനുവിൽ പോയി എഡിറ്റ് സ്റ്റോറി കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ എഡിറ്റ് സ്റ്റോറി കൊടുത്തതിനെ വീണ്ടും എഡിറ്റ് ലേഔട്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ ഇ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ലേഔട്ട് മെനുവിൽ ആൾട്ട് കൺട്രോൾ ജി ഉപയോഗിക്കുന്നത് ഗോ ടു പേജ് എന്ന് ഉപയോഗിക്കുന്നത് ഒരു 100-150 അല്ലെങ്കിൽ 200 പേജൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഏതെങ്കിലും ഒരു പേജിലേക്ക് പെട്ടെന്ന് പോകണം. അപ്പോൾ നമുക്ക് പേജ് നമ്പർ ഇപ്പം നമ്മുടെ ഈ സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മൗസ് പോയിന്റർ വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അതെല്ലാം നമ്മളുടെ ഡിസ്പ്ലേ കിട്ടാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ നമ്മൾ പേജ് ആഡ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനെ സ്ക്രോൾ ചെയ്യിപ്പിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് പേജ് നമ്പർ കാണാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾട്ട് കൺട്രോൾ ജി ഉപയോഗിച്ച അതിൻ്റെ ഡയലോഗ് ബോക്സ് കിട്ടും. നമുക്ക് ആ പേജ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഗോ ടു പേജിലേക്ക് പോകാനായിട്ട് സാധിക്കും. അടുത്തത് കൺട്രോൾ പേജ് അപ്പ്. അതിനെ നമുക്ക് ഗോ ബാക്കിലേക്ക്, നമ്മൾ ഏത് പേജിലാണോ നിൽക്കുന്നത് അവിടുന്ന് ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പേജ് അപ്പിനാണ് PGUP ഇടുന്നത്. അത് നമ്മുടെയൊക്കെ അതായത് കീബോർഡിൽ നമ്മുടെ PGUP എന്ന് പറയുന്ന ഒരു കാണാതെ പേജ് അപ്പ്. അതുപോലെ കൺട്രോൾ പേജ് ഡൗൺ, നമ്മൾ ഗോ ഫോർവേഡ്, നമ്മൾ നിൽക്കുന്നിടത്തു നിന്നും ഗോ ഫോർവേഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൺട്രോൾ പേജ് ഡൗൺ നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്തത് അടുത്തത് നമുക്ക് ടൈപ്പ് മെനു ആണ്. കൺട്രോൾ ടി, നമുക്ക് ക്യാരക്ടറിൻ്റെ ഡയലോഗ് ബോക്സ് കിട്ടും. നമുക്ക് ക്യാരക്ടറുകളൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ഫോണ്ട് മാറ്റാനായിട്ട് അതൊക്കെ അതിൻ്റെയൊക്കെ ഡയലോഗ് ബോക്സ് നമുക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ കൺട്രോൾ ടി കൊടുത്താൽ മതിയാകും. അതുപോലെ കൺട്രോൾ M ആണെങ്കിൽ പാരഗ്രാഫിൻ്റെ ഡയലോഗ് ബോക്സ് നമുക്ക് കിട്ടും. കൺട്രോൾ I ആണെങ്കിൽ ഇൻഡൻ്റ് അല്ലെങ്കിൽ ടാബ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടാബൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ I കൊടുത്താൽ മതിയാകും. ഇനി എലമെൻറ്റ് മെനു ആണ്. എലമെൻറ്റ് മെനുവിനകത്ത് കൺട്രോൾ U ആണ്. ഫിൽ ആൻഡ് സ്ട്രോക്കിൻ്റെ ഡയലോഗ് ബോക്സ് കിട്ടും. നമുക്ക് ഫില്ല് ചെയ്യാൻ, സ്ട്രോക്ക് ചെയ്യാൻ, ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എലമെൻറ്റ് മെനുവിൽ കമാൻഡുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് നമുക്കതിൻ്റെ ഡയലോഗ് ബോക്സ് കിട്ടാനായിട്ടാണ് നമ്മൾ കൺട്രോൾ U ഉപയോഗിക്കുന്നത്. ഷിഫ്റ്റ് കൺട്രോൾ E ആണെങ്കിൽ അലൈൻ ഒബ്ജക്റ്റുകളെ നമുക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് കൺട്രോൾ E ഉപയോഗിക്കുന്നത്. അതുപോലെ ആൾട്ട് കൺട്രോൾ E ആണെങ്കിൽ ടെക്സ്റ്റ് റാപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കൺട്രോൾ G ആണെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നെങ്കിൽ സെലക്ട് ഓൾ കൊടുത്ത് തന്നെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ ഇതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ മൗസ് പോയിന്റർ വെച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ G കൊടുക്കുക. അപ്പോൾ ഗ്രൂപ്പ് ആകും. ഇനി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നതിനെ അൺഗ്രൂപ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ G കൊടുക്കുക. അപ്പോൾ അൺഗ്രൂപ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഒന്ന് മൗസ് പോയിന്റർ വെച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം അൺഗ്രൂപ്പ് കൊടുക്കാനായിട്ട്. അടുത്തത് കൺട്രോൾ L ആണ്. ലോക്ക് പൊസിഷനാണ്. നമ്മളൊരു ഒബ്ജക്റ്റിനെ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആൾട്ട് കൺട്രോൾ L ആണെങ്കിൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് മാസ്ക് ആണ്. അതിന് കൺട്രോൾ 6 കൊടുത്താൽ മതിയാകും. അതിന് നമുക്കറിയാം, ആ കമാൻഡ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളതിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ അൺമാസ്ക് ചെയ്യാനായിട്ടാണെങ്കിൽ മാസ്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ 6 പ്രസ് ചെയ്യുക. അടുത്തത് യൂട്ടിലിറ്റീസ് ആണ്. കൺട്രോൾ F എന്ന് പറയുന്നത് ഫൈൻഡിൻ്റെ ഡയലോഗ് ബോക്സ് കിട്ടും. കൺട്രോൾ G എന്ന് പറഞ്ഞാൽ ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ സാധിക്കും. കൺട്രോൾ H കൊടുത്താൽ ചേഞ്ചിൻ്റെ ഡയലോഗ് ബോക്സ് കിട്ടും. കൺട്രോൾ L ആണെങ്കിൽ സ്പെല്ലിങ് കൊടുക്കാം. പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ എഡിറ്റ് സ്റ്റോറി കൊടുത്ത് നമ്മൾ അതിൻ്റെ ലേഔട്ട് മാറ്റിയിരിക്കണം. അടുത്തത് വിൻഡോ മെനു ആണ്. വിൻഡോ മെനുവിൽ ആൾട്ട് കൺട്രോൾ N എന്ന് പറയുന്ന ഡിസ്പ്ലേ നോൺ പ്രിൻറ്റിങ് ഐറ്റംസ് ആണ്. നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടാത്ത ഐറ്റംസുകളെയും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ എന്താണ് ഡിസ്പ്ലേ നോൺ പ്രിൻറ്റിങ് ഐറ്റംസ് എന്താണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസുകളെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആൾട്ട് കൺട്രോൾ N കൊടുക്കുന്നത്. ഇനി നമ്മുടെ വിൻഡോ ഒന്ന് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ പ്ലസ് സിമ്പിൾ കൊടുക്കാം. അപ്പോൾ പ്ലസ് സിമ്പിൾ കൺട്രോളും പ്ലസ് സിമ്പിളും കൂടെ കൊടുത്താൽ ഇതിനെ സൂം ചെയ്ത്, അതായത് വലിയ അക്ഷരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കൺട്രോളിൽ മൈനസ് സിമ്പിളാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ സൂം ഔട്ട് ചെയ്യാനായിട്ട് സൂം കുറഞ്ഞു വരാനായിട്ട് സാധിക്കും. അതുപോലെ ആക്ച്വൽ സൈസ്, ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന വിൻഡോ എന്ന് പറയുന്നത് ആക്ച്വൽ സൈസിലുള്ള വിൻഡോയാണ്. അപ്പോൾ അത് കൺട്രോൾ 1 കൊടുത്താണ്. അപ്പോൾ നമ്മൾ ഫിറ്റ് ഇൻ വിൻഡോയിലാണ് നിൽക്കുന്നതെങ്കിൽ
നമുക്ക് അതിനെ ആക്ച്വൽ സൈസിലേക്ക് മാറ്റാൻ കൺട്രോൾ 1 കൊടുത്താൽ മതിയാകും. ഇനി കൺട്രോൾ 1ൽ നിന്ന് അതിനെ നമുക്ക് ഫിറ്റ് ഇൻ വിൻഡോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൺട്രോൾ 0 കൊടുത്താൽ മതിയാകും. ഫിറ്റ് ഇൻ വിൻഡോ എന്താണെന്നൊക്കെ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഫിറ്റ് ഇൻ വിൻഡോ ഇതാണ്. അപ്പോൾ ഇത് കൺട്രോൾ 0 കൊടുത്തപ്പോൾ ഫിറ്റ് ഇൻ വിൻഡോയിലേക്ക് പോയി. കൺട്രോൾ 1 കൊടുത്തപ്പം അത് ആക്ച്വൽ സൈസിലേക്ക് വന്നു. അടുത്തത് വിൻഡോ മെനു ആണ്. വിൻഡോ കൺട്രോൾ ഈ കോഡ്സിൻ്റെ ഈ സിമ്പിളും കൂടെ കൊടുത്താൽ ഷോ ഓർ ഹൈഡ് കൺട്രോൾ പലേറ്റ് ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനെ ഇപ്പം നിങ്ങൾ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് പേജ് മേക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേയിൽ കാണും. അഥവാ ഇല്ല എങ്കിൽ നിങ്ങൾ കൺട്രോൾ പ്ലസ് ഈ കോൺസിൻ്റെ ഈ സിമ്പിൾ കൊടുത്താൽ മതിയാവും. കൺട്രോൾ J ആണെങ്കിൽ ഷോ കളേഴ്സ്. നിങ്ങൾക്ക് കളറ് മാക്സിമം നിങ്ങൾ ന്യൂ കമാൻഡ് കൊടുത്തു വരുമ്പോൾ മാക്സിമം കളർ ചിലപ്പോൾ ഷോയിൽ കാണാറില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കളറ് ഡയലോഗ് ബോക്സ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ J കൊടുത്താൽ മതിയാവും. ഇനി ഹൈഡ് ചെയ്യണമെങ്കിൽ കൺട്രോൾ J കൊടുത്താൽ അത് പോകുകയും ചെയ്യും. അടുത്തത് ഷോ മാസ്റ്റർ പേജിൻ്റെ ചെറിയൊരു ഡയലോഗ് ബോക്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് കൺട്രോൾ 8 കൊടുക്കുന്നത്. ഷിഫ്റ്റ് കൺട്രോൾ 8 കൊടുക്കുമ്പോൾ മാസ്റ്റർ പേജ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിക്കുന്നു. അതിലെ ഡോക്യുമെൻ്റ് മാസ്റ്ററിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, എത്ര കോളം, നമ്മളിപ്പോൾ കോളം 1 തിരിച്ചിട്ടില്ല, അതുകൊണ്ട് കോളം 1, സ്പേസ് ബിറ്റ്വീൻ എത്ര മില്ലിമീറ്റർ ആണ്, ഇതിൻ്റെ മാർജിൻ എത്രയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും എഡിറ്റ് ചെയ്താൽ ആ എഡിറ്റ് ചെയ്ത് എല്ലാ പേജിലും നമുക്ക് മാറുന്നത് കാണാം. ഇപ്പം ഞാനിവിടെ 20 എന്നുള്ളത് ഒന്ന് 25 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറുന്ന കാണാം. അപ്പോൾ ഇവിടെ മാറ്ററിലേക്ക് ഈ മാർജിൻ ചേർന്ന് വന്നായിട്ട് കാണും. അതായത് ഞാൻ മാസ്റ്റർ പേജിലാണ് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്കിത് കിട്ടി. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് കട്ട് കീ ആണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് കമാൻഡ് ഇതിനകത്ത് തന്നെ നമുക്ക് ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് പേജ് നമ്പർ കൊടുക്കണം. പേജ് നമ്പർ കൊടുക്കണമെങ്കിൽ Alt Control P ആണ് നമ്മൾ കൊടുക്കേണ്ട ഷോർട്ട് കട്ട് കീ. ഈ പേജ് നമ്പർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ഈ പേജ് നമ്പർ കൊടുക്കേണ്ടതെന്നൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണാത്തവർ ആ വീഡിയോ ഒക്കെ കണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ഷോർട്ട് കട്ട് കീകൾ പഠിച്ചു വെക്കാനായിട്ട്. അതായത് നമുക്ക് കമാൻഡുകൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാതെ നമ്മൾ ഈ ഷോർട്ട് കട്ട് കീ കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം നിങ്ങൾ ആദ്യം ആ വീഡിയോസൊക്കെ കണ്ട് അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഈ ഷോർട്ട് കട്ട് കീകൾ കൊടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.